Hi folks. So this channel one of the most important video ആണ് the real cause for market reversal. ഒരു market reversal പക്കായിട്ട് എങ്ങനെയാണ് ടൈമിംഗ് ചെയ്യാമെന്നും ഒരു market reversal അതൊരു കണ്ടിന്യൂവേഷൻ അല്ല അതൊരു ഫേക്ക് ഔട്ട് അല്ല അതെങ്ങനെയാണ് ഒരു മാർക്കറ്റ് റിവേഴ്സൽ ആവുന്നതെന്നും എല്ലാമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് എക്സ്പ്ലനേഷനിൽ തുടങ്ങാം, എന്നിട്ട് നമുക്ക് ചാർട്ട്സിലേക്ക് പോവാം. സോ ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഒരു US ടൈം ഒരു 9:30 തൊട്ട് ഒരു 10 അല്ലെ 11 വരെ ആ ഒരു 1.5 hour ടൈം പീരീഡിലും അതേപോലെ തന്നെ ഈ ഒരു ഒറ്റ വീഡിയോ റീവാച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആക്കാം. അത്രയ്ക്ക് വളരെ ഒരു ഇമ്പോർട്ടന്റ് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നമ്മുടെ കേരളത്തിൽ ആർക്കും അറിയത്തില്ല, അല്ലെങ്കിൽ ഇത്രയും ഡെപ്ത് ആയിട്ട് ഈ ഒരു ഡീറ്റെയിൽ കേരളത്തിൽ ആർക്കും അറിയത്തില്ല. പോരാതെ നമുക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ യൂട്യൂബിലേ ഇല്ല, ഒരു ലാംഗ്വേജിലും ഇല്ല. സോ ഈ ഒരു വീഡിയോയിലെ കണ്ടന്റ്സിലേക്ക് പോവാം. സോ നമ്മൾ ഇത്രയും നാള് കണ്ടു വെച്ചിട്ട് നമുക്ക് പ്രൈസ് അക്യുമുലേറ്റ് ആവുന്നു, മാനിപ്പുലേറ്റ് ആവുന്നു, ഡിസ്ട്രിബ്യൂട്ട് ആവുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഇത്രയും നാള് കണ്ടിരുന്ന ആ ഒരു സീക്വൻസ്. നമുക്ക് ഈ ഒരു സെൽ സൈഡ് ബൈ സൈഡ് ലിക്വിഡിറ്റി മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതായിരുന്നു നമ്മൾ ഇത്ര നാൾ കണ്ടിരുന്ന ഒരു സീക്വൻസ്. അതേപോലെ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എക്സാക്ട് ടൈം ഓഫ് ഇൻട്രസ്റ്റിലാണ് പ്രൈസ് വരുന്നത്. സോ ഇതിന്റെ നമ്മളൊരു ഇൻഡെപ്ത് നോളജിലേക്കാണ് പോകാൻ പോകുന്നത്. കാരണം ഇതാണ് നമ്മുടെ ഹോൾ മാർക്കറ്റ്. നിങ്ങൾ ഇനി ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾ പ്രൈസ് നോക്കാൻ പോകുന്നത് ഒരിക്കലും സെയിം ആയിട്ടില്ല. നിങ്ങൾ ഒരു വട്ടം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈ ഒരു സാധനം നിങ്ങൾക്ക് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ വേറെ ഇതിലേക്ക് പോവേണ്ടി വരത്തില്ല. വേറെ ഒരു സ്ട്രാറ്റജിയുടെ ആവശ്യമില്ല. സോ ഇതൊരു വളരെ ഹെൽപ്ഫുൾ, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് ഈ ചാനലിൽ. സോ എനിക്കിവിടെ പറയാനുള്ളത്, നമുക്ക് ആദ്യം ഓരോ സ്റ്റെപ്പ് ഞാൻ റൈറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നോട്ട്സും എടുക്കാം. സോ നമുക്ക് ആദ്യം price reverses only when the algorithm changes its state in delivery. ഓക്കെ, നമുക്ക് ഒരിക്കലും നമ്മുടെ പ്രൈസിന്റെ മൂവ്മെന്റ് ബയേഴ്സോ സെല്ലേഴ്സോ അതേപോലെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന്റെയും അങ്ങനത്തെ ഒരു കാര്യം കൊണ്ടും അല്ല പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് റെസിസ്റ്റൻസ് ആയതുകൊണ്ടും അങ്ങനെ ഒന്നും അല്ല. അല്ലാതെ എന്താ പറയാ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യുന്നു, ബാങ്ക്സ് ബൈ ചെയ്യുന്നു, ഇതുകൊണ്ടൊന്നും അല്ല പ്രൈസസ് മൂവ് ചെയ്യുന്നത്. പ്രൈസ് മൂവ് ചെയ്യുന്നതും പ്രൈസ് റിവേഴ്സ് ആവുന്നതും പ്രൈസിന്റെ ബൈ പ്രോഗ്രാമും സെൽ പ്രോഗ്രാമിന്റെ ബേസിലാണ്. സോ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു പാർട്ടിൽ നമുക്ക് സെൽ പ്രോഗ്രാം ആണ് നടക്കുന്നത്. അതേപോലെ ഈ ഒരു പാർട്ടിൽ നമുക്ക് ബൈ പ്രോഗ്രാം ആണ് നടക്കുന്നത്. ഓക്കെ, ഈ ഒരു പാർട്ടി നമുക്ക് ബൈ പ്രോഗ്രാം ആണ് നടക്കുന്നത്, ഈ ഒരു പാർട്ടി സെൽ പ്രോഗ്രാം ആണ് നടക്കുന്നത്. സോ ആ ഒരു ബൈ പ്രോഗ്രാമിന്റെയും സെൽ പ്രോഗ്രാമിന്റെയും ഇടയിലുള്ള ഒരു ചെറിയ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി. ഓക്കെ, ആ ഒരു ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി നടക്കുന്നത് ഒരു എക്സാക്ട് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ്. സോ നമുക്ക് ഇത് വളരെ ഡെപ്ത് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇങ്ങനത്തെ ഒരു വീഡിയോ യൂട്യൂബിലില്ല. സോ ഇത് നമുക്ക് ആദ്യം വേണ്ടത്, നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം, liquidities must be engineered and removed first. Opposing orders are collected so large positions can be offset in efficiently. So ഇതിന്റെ മീനിങ് എന്ന് വെച്ചാൽ നമുക്ക് ലിക്വിഡിറ്റീസ് എഞ്ചിനീയർ ചെയ്യണം. എവിടെയൊക്കെയാണ് ലിക്വിഡിറ്റീസ് എഞ്ചിനീയർ ചെയ്യുന്നത്? നമുക്ക് ഈ ഒരു മാർക്കറ്റിനെ ഫോളോ അപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണാം. മാർക്കറ്റ് ഇവിടെ സെല്ലായി, അപ്പൊ ആൾക്കാർ പിന്നെയും സെല് ചെയ്യും. ഓക്കെ, ആ സെല്ല് റൈഡ് ചെയ്ത് അവർ ഇവിടം വരെ വരും. ഓക്കെ, ഇവിടം വരെ വരുന്നത് നമുക്കറിയില്ല, അവർ ആ സെല്ല് ഇനിയും പോകാനാണ് കാത്തിരിക്കുന്നത്. സോ മാർക്കറ്റ് എഞ്ചിനീയറിംഗ് ചെയ്തിരിക്കുന്ന ഈ ഒരു രീതിയിലാണ്. അപ്പൊ ഈ സെല്ല് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രൈസ് ആക്ഷൻ പോകുന്നത് വെച്ചാൽ ഇങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ വരുന്നത്. ഇങ്ങനെ സെല്ല് ചെയ്തിരിക്കുന്നവരാണ്, അതേപോലെ ഇങ്ങനെ സെല്ല് ചെയ്തിരിക്കുന്നു. ഓക്കെ,
ഇങ്ങനെയാണ് പ്രൈസസ് സെല് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് വരുന്നത് ഒരു ഒറ്റ പോയിന്റിലാണ്. നമ്മുടെ ഈ ഒരു പോയിന്റിലാണ് സ്റ്റോപ്പ് ലോസസ് വരുന്നത്. ഓരോ പുൾ ബാക്കിലുമാണ് സ്റ്റോപ്പ് ലോസസ് വരാറ്. കാരണം പ്രൈസ് ആൾക്കാർ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഇതിന്റെ മുകളിൽ പ്രൈസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓർഡർ, ലിമിറ്റ് ഓർഡർ വെച്ച് പഠിക്കാം. ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഇവിടെ സെല് ചെയ്തിരിക്കുന്നു. അവർക്ക് അറിയില്ല നമുക്ക് എവിടം വരെ പ്രൈസ് പോകുന്നതെന്ന്. അവരിലേക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്, ലോങ് ടേം ട്രേഡിംഗ് ആണ്. അവർക്ക് പെട്ടെന്ന് മാർക്കറ്റിൽ കയറാനും ഇറങ്ങാനും പറ്റില്ല. സോ അവരൊരു വലിയ പൊസിഷൻ എടുത്തിരിക്കുന്നു. അവർ ഈ ഒരു ലെവലിൽ നിന്നാണ് പൊസിഷൻ എടുത്തിരിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് അവർ ഈ ഒരു ഹൈയുടെ മുകളിലും വെച്ചു. ഓക്കെ, ഇതൊരു ട്രേഡ് ആണ്. സോ ഇവിടെ നമുക്ക് ഒരു ലിക്വിഡിറ്റി, ഒരു വളരെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലിക്വിഡിറ്റി ആണ് ഈ ഒരു പാർട്ട്. സോ ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിരിക്കുന്നത് തിരിച്ച് ഇവിടെ വെച്ചിട്ടാണ്. സോ ഇങ്ങനെ ലിക്വിഡിറ്റീസ് എഞ്ചിനീയർ ചെയ്ത് വളരെ സ്ലോ ആയിട്ടാണ് മാർക്കറ്റ് താഴേക്ക് പോവാറ്, അല്ലെങ്കിൽ മാനിപ്പുലേഷൻ നടക്കാറ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ കാര്യങ്ങൾ നടക്കാറ്. ലൈക്ക് മാർക്കറ്റ് ഇങ്ങനെ ലെത്താർജിക് ആയിട്ട് ഇങ്ങനെ പൊങ്ങിയും താന്നും പൊങ്ങി പോവും, പിന്നെ ഒന്ന് കൺസോൾട്ടേറ്റ് ആവും, പൊങ്ങും, ഒന്ന് കൺസോൾട്ട്, അങ്ങനെ പോകുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിയൽ പ്രോഗ്രാം അല്ലെ റിയൽ ബൈ പ്രോഗ്രാം അല്ലെ റിയൽ സെൽ പ്രോഗ്രാം ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. നമുക്കിപ്പോൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ, അടുത്ത പോയിന്റ് ആണ് പ്രൈസ് ഇസ് ദെൻ ഡെലിവേർഡ് അഗെയിൻസ്റ്റ് ദ ബയാസ്. സെൽ സൈഡ് ഡെലിവറി ഇൻ എ ബുള്ളിഷ് പ്രോഗ്രാം ആൻഡ് ബൈ സൈഡ് ഡെലിവറി ഇൻ എ ബെയറിഷ് പ്രോഗ്രാം. എന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ നമ്മുടെ ട്രേഡ് ഇനിഷ്യലി നമുക്ക് താഴേക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതാണ് മാനിപ്പുലേഷൻ. എന്നിട്ടാണ് നമുക്ക് ഫൈനൽ പ്രൈസ് വരുന്നത്. എന്തിനാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസസ് എഞ്ചിനീയർ ചെയ്യിപ്പിക്കാൻ, ആൾക്കാരെ സ്റ്റോപ്പ് ലോസസ് ലൈക് ട്രേഡിൽ എൻട്രി ചെയ്യാനും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനും എല്ലാം വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഫസ്റ്റ് പ്രൈസ് പോകുന്നത്. ഇത് നമ്മൾ എക്സാമ്പിളിൽ കാണുമ്പോൾ, നമുക്ക് ചാർട്ടിൽ കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഓപ്പൺ ആവും. കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഇതാണ് ശരിക്കുമുള്ള മാർക്കറ്റ് മേക്കിംഗ് എന്ന് പറയുന്നത്. സോ ഒരു ബൈയിങ് ദിവസം, ഒരു ബുള്ളിഷ് ദിവസം മാർക്കറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ബെയറിഷ് മൂവ്മെന്റ് കൊടുക്കും. എന്തിനാന്ന് വെച്ചാൽ ആൾക്കാരെ ബെയറിഷ് ആണ്, അല്ലെ മാർക്കറ്റ് താഴോട്ട് പോകുവാണ് എന്ന ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അതും ലൈക്ക് അത്ര എളുപ്പമല്ല, ഇത്ര പറയുന്ന അത്ര എളുപ്പമല്ല. ലൈക്ക് അപ്പം എല്ലാവർക്കും ഓക്കെ താഴോട്ട് പോകുന്നതുകൊണ്ടാ ഓക്കെ ഇന്ന് നമുക്ക് ബൈ ചെയ്യാം എന്നും പറഞ്ഞ് റിവേഴ്സലിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. മാർക്കറ്റ് സെല് ചെയ്യുന്നത് അത്രയ്ക്ക് കൺവിൻസിങ് രീതിയിലാണ്, സൈക്കോളജിക്കലി ആൻഡ് ഇമോഷണലി അത്രയ്ക്ക് കൺവിൻസിങ് രീതിയിലാണ്, അനലിറ്റിക്കലിയും കൂടെ അത്രയ്ക്ക് കൺവിൻസിങ് രീതിയിലാണ് മാർക്കറ്റ് സെൽ ഓഫ് ആവാൻ പോകുന്നത് ഇൻ എ ബുള്ളിഷ് ഡേ. നിങ്ങൾ ഓർക്കേണ്ടത് ഇതൊരു ബുള്ളിഷ് ഡേ ആണ്, പക്ഷെ മാർക്കറ്റ് സെൽ ഓഫ് ആവുകയാണ്. ഓക്കെ, നമ്മളൊരു ഡെയിലി പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ ഇതൊരു ആക്ച്വൽ ലണ്ടൻ സെഷൻ ഒക്കെ ആയിരിക്കും. ഏഷ്യ അക്യുമുലേറ്റ് ചെയ്യും, ലണ്ടൻ മാനിപ്പുലേറ്റ് ചെയ്യും, ന്യൂയോർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ ഒരു ബ്യൂട്ടിഫുൾ ബൈ ഡേയിൽ മാർക്കറ്റ് ആക്ച്വലി ഈ ബിഗിനിങ്ങിൽ സെൽ ഓഫ് ആണ് ചെയ്യാറ്. ഓക്കെ, ഇതാണ് സ്മാർട്ട് മണി ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു മാനിപ്പുലേഷൻ ഐഡന്റിഫൈ ചെയ്യാനും ഈ ഒരു മാനിപ്പുലേഷൻ എവിടം വരെ പോകുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നമുക്കൊരു ബ്യൂട്ടിഫുൾ ട്രേഡ് എടുക്കാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ട്രേഡിൽ ബെസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ മാനിപ്പുലേഷൻ ഐഡന്റിഫൈ ചെയ്യാം. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് മാനിപ്പുലേഷൻ എവിടം വരാണ്. മാനിപ്പുലേഷൻ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വരാണ്. നമുക്ക് ഇവിടെ മാനിപ്പുലേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു പോയിന്റ് വരാണ്. സോ ഈ ഒരു പോയിന്റ് എന്തൊക്കെ ആവാം? ലൈക്ക് നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആവാം, ഒരു ഓർഡർ ബ്ലോക്ക് ആവാം, ഒരു ബ്രേക്കർ ബ്ലോക്ക് ആവാം, ഒരു ഇംബാലൻസ് ആവാം. ഓക്കെ, സോ ഒരു ലിക്വിഡിറ്റിയും ആവാം. സോ ബിഗിനേഴ്സിന്റെ അടുത്ത് ഞാൻ പറയുന്നത് നമുക്ക് മോസ്റ്റ്ലി ഒരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഒരു ഇംബാലൻസിനെ മാത്രം ഫോക്കസ് ചെയ്യുക. ഒരു 1 hour ടൈം ഫ്രെയിമിലെ ഇംബാലൻസും ഒരു ഡെയിലി ടൈം ഫ്രെയിമിലെയോ അല്ലെങ്കിൽ ഒരു 4 hour ടൈം ഫ്രെയിമിലെയോ ലിക്വിഡിറ്റിയും മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക തുടക്കത്തിൽ. അതിനുശേഷം നിങ്ങൾക്ക് ഹൈ വെൽ പെർഫോമിങ് അല്ലെങ്കിൽ ഒരു ഹൈ പ്രോബബിലിറ്റി ഓർഡർ ബ്ലോക്കും അതേപോലെ ബ്രേക്കർ ബ്ലോക്സിനെയും നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്ത് നിങ്ങൾക്ക് റിവേഴ്സൽസ്, ഹയർ ടൈം ഫ്രെയിമിന്റെ റിവേഴ്സൽസ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. സോ നമ്മുടെ ബൈ പ്രോഗ്രാം ദിവസത്തിലെ ബുള്ളിഷ് ഡേയിലെ ബെയറിഷ് മൂവ്മെന്റ് അല്ലെ ബൈ സെൽ പ്രോഗ്രാം നമുക്ക് എവിടെയാണ് അവസാനിക്കുന്നത്? ഒരു PDR എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഡിസ്കൗണ്ട്, പ്രീമിയം ഡിസ്കൗണ്ട് അറയാണ്. ആ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് അറയില് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു പ്രീമിയം അല്ലെ ഡിസ്കൗണ്ട് അറയിലാണ് നമ്മൾ ഇത് നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക് എക്സെട്ര. സോ പ്രൈസ് ആ ഒരു ലെവലിൽ ടാപ്പ് ചെയ്യുമ്പോൾ, എക്സാക്ട്ലി ആ ഒരു ലെവലിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി കിട്ടും. സോ
ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ആൾക്കാർക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ളത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. സോ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അതേപോലെ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെയാണ്. സോ എക്സാക്ട്ലി ആ ഒരു പോയിന്റ് ടാപ്പ് ചെയ്യുമ്പം നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഇന്നൊരു ബുള്ളിഷ് ഡേ ആണ്. ആ ബുള്ളിഷ് ഡേ എന്ന് എങ്ങനെ അറിയാം? നമുക്ക് ഹയർ ടൈം ഫ്രെയിം ഓർഡർ ഫ്ലോ, നമ്മൾ മാർക്കറ്റ് മേക്കർ മോഡലിൽ നമ്മൾ മാർക്കറ്റ് മേക്കർ സീരീസിൽ കണ്ട പോലെ ഹയർ ടൈം ഫ്രെയിം ഓർഡർ ഫ്ലോ നമുക്കൊന്ന് ബുള്ളിഷ് ആണെന്ന് മനസ്സിലായി. സോ ഇന്നത്തെ ദിവസം നമുക്ക് ബുള്ളിഷ് ആണ്, പക്ഷെ മാർക്കറ്റ് ബെയറിഷ് ആണ് പോകുന്നത്. എന്ന് വെച്ചാൽ അത് മാനിപ്പുലേഷൻ ആണ്. അത് കീ PDRയിൽ ടാപ്പ് ചെയ്തു. സോ ഒരു കീ PDRന്ന് നമ്മൾ റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യുന്നു. നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ബൈ പ്രോഗ്രാമിൽ നിന്ന് സെൽ പ്രോഗ്രാം ആകുവാണ്. ഓക്കെ, ബൈ സൈഡ് ഡെലിവറി നിന്ന് സെൽ സൈഡ് ഡെലിവറി ആവുകയാണ്, സെൽ സൈഡ് ഡെലിവറി നിന്ന് ബൈ സൈഡ് ഡെലിവറി ആവുകയാണ്. സോ ഇവിടെ സിറ്റുവേഷനിൽ സെൽ സൈഡ് ഡെലിവറി നിന്ന് ബൈ സൈഡ് ഡെലിവറി ആവുന്നു. സോ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ഒരു സിഗ്നൽ അല്ല, ഒരു കൺഫർമേഷൻ അല്ല. ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ആണ് മാർക്കറ്റിന്റെ ടേണിംഗ് പോയിന്റ്. അവിടെയാണ് സ്വിംഗ് പോയിന്റ്സ് ക്രിയേറ്റ് ആവുന്നത്. സ്വിംഗ് പോയിന്റ്സിൽ നിന്നാണ് മാർക്കറ്റ്സ് റിവേഴ്സ് ആവുന്നത്. സോ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ഒരു കൺഫർമേഷൻ ആയിട്ട് കൺസിഡർ ചെയ്ത് ഓക്കെ CISD കിട്ടി, ഓക്കെ ഇനി അടുത്ത മാർക്കറ്റ് റിവേഴ്സൽ ആണ്. അങ്ങനല്ല, CISD ആണ് മാർക്കറ്റ് റിവേഴ്സലിന്റെ കാരണം. ഓക്കെ, അതേപോലെ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ഇവിടെ നടന്നു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ഇവിടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആ ഒരു ഡിസ്പ്ലേസ്മെന്റിലാണ് നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ആ ഒരു ഇമ്പോർട്ടന്റ് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ പ്രൈസ് ആക്ഷൻ എന്താ ഇങ്ങനെ ആയിരിക്കും. ഇവിടെ നമുക്ക് ഇങ്ങനെ കുറച്ച് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ POI വന്നു, POI റിവേഴ്സ് ആയി. അപ്പൊ നമുക്ക് ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഒരു സ്കിമാറ്റിക് വരുന്നത്. കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. നമുക്ക് അതിന്റെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബ്ലറി ആയിരിക്കും ഈ ഒരു ഏരിയ. സോ ഇവിടെ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി നടന്നു. ഈ ഒരു എക്സാക്ട് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു എക്സാക്ട് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഒരു എക്സാക്ട് പോയിന്റ് ഫോം ആവാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ഇംബാലൻസിലായിരിക്കും. ആ ഒരു എക്സാക്ട് പോയിന്റ് ഫോം ആവുന്നത്, ആ ഒരു ഇംബാലൻസ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് വേറൊരു ഇംബാലൻസ് ആയിരിക്കും. ഓക്കെ, ഓക്കെ, ഈ ഒരു ഇംബാലൻസ് ബ്രേക്ക് ചെയ്യാൻ പോകുന്ന വേറൊരു ഇംബാലൻസ് ആയിരിക്കും. ഈ ഒരു ഇംബാലൻസ് ബ്രേക്ക് ചെയ്യുന്നത് നല്ല സ്പീഡിലും ആയിരിക്കണം. ആ ഒരു എക്സാക്ട് ഇതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ആ ഒരു പോയിന്റിന്റെ പുറത്തൂടെ നല്ല സ്പീഡിൽ പ്രൈസ് മൂവ് ആവുന്നതിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. സോ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ബൈ ചെയ്യാൻ പറ്റും. അതിന് ടേർട്ടിൽ സൂപ്പ് എന്ന് പറയും. അതിനൊരു വേറെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ റിലീസ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ബൈ ചെയ്യാം. നമുക്ക് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി കഴിഞ്ഞു, നമുക്ക് എന്താ പറയാ റിവേഴ്സലാന്ന് മനസ്സിലായി. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ അകത്തുണ്ടായ ഒരു ബ്രേക്കർ ബ്ലോക്കിന്റെ ഹൈനെ ഡിസ്പ്ലേസ് ചെയ്തു. ആ ഒരു ഡിസ്പ്ലേസ് ചെയ്ത ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ അകത്ത് പ്രൈസ് തിരിച്ച് ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ എൻട്രി. ഓക്കെ, ഇവിടെ നമുക്ക് നോർമലി ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ പ്രൈസ് വളരെ സ്പീഡിലായിരിക്കും, അല്ലെ പ്രൈസ് ലെത്താർജിക് ആയിട്ടായിരിക്കും. രണ്ട് വഴിയിലും ആകാം. കാരണം ആൾക്കാരെ സ്റ്റിൽ ഇത് ബൈ പ്രോഗ്രാം അല്ല, തിരിച്ച് റിവേഴ്സ് ആവും എന്ന് കാണിച്ച് കൺഫ്യൂസ് ചെയ്ത് അത് അതിന്റെ ഈ ഒരു സ്റ്റോപ്പ് ലോസ് എടുക്കും, ഇതിന്റെ മുകളിലുണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസസ് എടുക്കും, ഇതിന്റെ മുകളിലുണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസസ് എടുക്കും, ഇതിന്റെ മുകളിലുണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസ് എടുക്കും, ഏറ്റവും മുകളിലുണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസസും എടുക്കും. ഓക്കെ, ഇതാണ് ഒരു മാർക്കറ്റ് മേക്കർ മോഡൽ. സോ നമുക്ക് വേറെ നോക്കാനുള്ള ഒരു കണ്ടീഷൻസ് എന്താന്ന് വെച്ചാൽ നമുക്ക് ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് നടന്നില്ലെങ്കിൽ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി നടക്കത്തില്ല. ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി നടന്നില്ല എങ്കിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് കാണില്ല. ഡിസ്പ്ലേസ്മെന്റ് കണ്ടിട്ടില്ല എങ്കിൽ നമുക്ക് ട്രെൻഡിൽ ചേഞ്ച് ഇല്ല, അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിം ഓർഡർ ഫ്ലോ, അല്ലെങ്കിൽ ഓർഡർ ഫ്ലോയിൽ ഒരു ചേഞ്ച് ഉണ്ടാവത്തില്ല.
ഓക്കെ, പ്രൈസ് ഒരിക്കലും ഓരോ ലെവലിൽ വന്ന് റിയാക്ട് ചെയ്തോ അതിനെ റെസ്പെക്ട് ചെയ്തോ പോകുമല്ല. പ്രൈസ് ഓൾവേസ് റീപ്രൈസസ് ആണ്. പ്രൈസിന് അടുത്ത മാസം എവിടെ നിൽക്കേണ്ടത് ഇന്നേ അറിയാം. എന്ന് വെച്ചാൽ ലൈക്ക് പ്രൈസിന് അടുത്ത മാസം ഏത് പോയിന്റിലാണെന്ന് പ്രൈസിന് ഇപ്പോഴേ ഒരു എക്സാക്ട് ആ ഒരു പോയിന്റ് ഏതാണെന്ന് പ്രൈസിന് ഇപ്പോഴേ അറിയാം. അതുകൊണ്ട് പ്രൈസ് പോകുന്ന വഴിക്ക് ഓരോ ലെവൽസ് കണ്ട് റിയാക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. പ്രൈസിന് എക്സാക്ട്ലി റീപ്രൈസ് ചെയ്യേണ്ടത് എവിടാന്ന് അറിയാം. സോ ഇതാണ് നമ്മുടെ മാർക്കറ്റ് മേക്കർ മോഡൽ. നമ്മളെ യൂട്യൂബിൽ ഇങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. മാർക്കറ്റ് മേക്കർ മോഡലിന്റെ ഒരു പക്ക എക്സ്പ്ലനേഷൻ ആണ് ഇത്. ലോവർ ടൈം ഫ്രെയിം ആണ്. സോ ഇതെല്ലാവരും സ്റ്റഡി ചെയ്യാം. അതേപോലെ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമ്മുടെ ട്രെൻഡിന്റെ റിവേഴ്സൽ ആണെന്നുള്ള ഒരു കൺഫർമേഷനും കൂടിയാണ്. സോ നിങ്ങൾ മാർക്കറ്റ് മേക്കറിന്റെ ഒരു വ്യൂ പോയിന്റിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇങ്ങനത്തെ ഓരോ ട്രെൻഡ്സും കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വളരെ ഒരു ബാഡ് ഡേയിലെ ഉള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഇന്നത്തെ ഡേ അത്ര പെർഫെക്റ്റ് അല്ലായിരുന്നു. സോ ഈ ഒരു ദിവസത്തിന്റെ എക്സാമ്പിൾ നോക്കാം. നമുക്ക് 9:30 മാർക്കറ്റ് ഓപ്പൺ ആയി. മാർക്കറ്റ് ഓപ്പണിംഗ് കഴിഞ്ഞ് നമ്മുടെ ബൈസ് ലൈക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കർവ് കണ്ടോ, നമ്മുടെ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. സോ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കർവ് ഇന്നൊരു ബെയറിഷ് ഡേ ആയിരുന്നു. ബെയറിഷ് ഡേ ആവാൻ കാരണം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഏഷ്യ അക്യുമുലേറ്റ് ചെയ്യും, ലണ്ടൻ മാനിപ്പുലേറ്റ് ചെയ്യും, ന്യൂയോർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ ഇവിടെ നമുക്ക് ഇത്രയും നേരം ലൈക്ക് ഒരു ലോവർ ഡെയിലി ടൈം ഫ്രെയിം നമുക്കൊരു ലോവർ പ്രോഗ്രാം ആയിരുന്നു ഉണ്ടായിരുന്നു. സോ നമ്മളൊരു റിട്രേസ്മെന്റ് ആണ് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ട്രേഡ് വരുന്നത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇതൊരു കണ്ടിന്യൂഷൻ മോഡലാണ്. പക്ഷേ നമുക്ക് ഇതൊരു ഡീലിംഗ് റേഞ്ചിന്റെ 50% ആണ്. ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പക്ഷേ ഞാൻ ഇന്നിവിടെ മാർക്കറ്റ് മേക്കർ മോഡലിന്റെ ഒരു സൂം ഇൻ വേർഷൻ ആണ് കാണിക്കുന്നത്. സോ ഇവിടെ നമുക്കൊരു ഹയർ ടൈം ഫ്രെയിം ഒരു എന്താ പറയാ ഒരു PDRA ഒരു 1 ഹവറിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് പ്രൈസ് ഒന്ന് ടാപ്പ് ചെയ്തു, റിവേഴ്സ് ആയി, നമുക്ക് CISD കിട്ടി. നമുക്ക് ഈ ഒരു പോയിന്റ് ആണ് ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ നിങ്ങൾ ഒന്ന് സ്റ്റഡി ചെയ്യുക. പോയിന്റ് നമുക്കൊരു ഡിസ്പ്ലേസ്മെന്റ് വെച്ച് മൂവ് ചെയ്തു, തിരിച്ച് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് ടാപ്പ് ചെയ്തു. നമ്മുടെ സ്കീമാറ്റിക്സിൽ കണ്ട സെയിം കാര്യം തിരിച്ച് അതിനകത്തേക്ക് ടാപ്പ് ചെയ്തു. സോ ആ ടാപ്പിലായിരുന്നു നമ്മുടെ ഫസ്റ്റ് എൻട്രി. നമുക്ക് സെക്കൻഡ് എൻട്രി അടുത്ത ഫെയർ വാല്യൂ ഗ്യാപ്പിലായിരുന്നു. നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് കിട്ടി. നമ്മുടെ സൈക്കിളിന്റെ എൻഡിലേക്ക് പ്രൈസ് ഇവിടെ വന്നു. ഇതൊരു അടിപൊളി ഒരു ബാഡ് ഡേയിലും ഒരു അടിപൊളി എക്സ്പ്ലനേഷൻ, അടിപൊളിയായിട്ട് ആ ഒരു മോഡൽ ഫോം ആയി. സോ ഞാൻ ഇത്രയും നാൾ പഠിപ്പിച്ച കാര്യങ്ങൾ വെച്ചിട്ടും ടൈം സൈക്കിൾസ് വെച്ചിട്ടും എല്ലാം വെച്ച് നിങ്ങൾക്ക് ഈ ഒരു എൻട്രീസ് പെർഫെക്റ്റ് ആക്കേണ്ടവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു കാര്യം കൂടെ വെച്ച് നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ട്രേഡ്സിൽ എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റ്സ് ട്രെയിൽ ചെയ്യാനും പറ്റുന്നതാണ്. സോ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിന്റെ കണ്ടിന്യൂവേഷനോ സെക്കൻഡ് പാർട്ടോ എന്തെങ്കിലും എനിക്ക് റിലീസ് ചെയ്യാനുണ്ടെങ്കിൽ ഞാനത് സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ റിലീസ് ചെയ്യാം. സോ അണ്ടിൽ ദെൻ ട്രേഡ് സേഫ്, ബി സേഫ്, ബൈ ഫോക്സ്.